കാണില്ല. താനിത് ആരുടെ മുഖത്ത് നോക്കിയാ നടക്കണേ? ആ പാറക്കുട്ടി എവിടെ? ഇന്ന് നല്ല തണുപ്പാ. ആ കുന്തെടുത്ത് കാലിൽ വെച്ചു. കാലും കെട്ടുക ഒന്നും കെട്ടുക. ഇപ്പൊ കേക്കാം. കടുമാങ്ങിയാ? നല്ല ഭരണിയാ. കാർക്കിടപ്പുണ്ടോ? നല്ല മൂക്കടപ്പുണ്ട്. പിന്നെ ഇവിടത്തെ എല്ല് കോച്ചുന്ന തണുപ്പ് കാരണം ജലദോഷമുണ്ട്. മൈസൂരാന്റെ വണ്ടിയല്ലേ വരുന്നത്? ഏത് മൈസൂരാ? അല്ലെങ്കിൽ ഞാൻ തന്നെ അടച്ചോളാം, അതാ നല്ലത്. എന്റെ ഗുരുവായൂരമ്മേ. മൈസൂരാൻ ഒറ്റ തൊഴിക്ക് 3 പേരുടെ കീഴ്നാഭി ചവിട്ടി തകർത്തവനാ. ആ കേസും കൂട്ടം കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിട്ടേ ഉള്ളൂ. ഞാൻ SI വിളിക്കട്ടെ. തനിക്ക് ഈ ചന്തക്കേരികളുമായിട്ട് എന്താ ഏറാടി ഇടപാട്? അങ്ങനൊന്നുമില്ല. കത്തി കാട്ടി കാശ് മേടിക്കാൻ വന്നതാവും. എന്തെങ്കിലും കൈനീട്ടം കൊടുത്ത് വിട്ടേക്കാം. വിഷു അല്ലേ? ನೀವು ಹತ್ಕಡಕ್ ಹೋಗಿಲ್ಲ? അല്ല, ആരും മൈസൂരാനോ? എന്താ ഈ രാത്രിയില്? അല്ല, രാവിലെ അകത്തോട്ട് കാപ്പി എടുക്കാം. ഇരിക്കാൻ വന്നതല്ല ഞാൻ. എന്തിനാ ഈ ചങ്ങല? ഞാൻ പറയട്ടെ, അങ്ങൊന്നൊരു നല്ല കാര്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുക. അതിനിടെ കയറി ശകുനം മുടക്കരുത്. എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ തുക പറഞ്ഞോളൂ. അല്ല, ക്യാഷോ ചെക്കോ ഏതാ സൗകര്യം? എന്നാ തോട്ടത്തിൽ ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ അത് അങ്ങനോട് പറഞ്ഞാൽ മതി. അല്ല അങ്ങനെ എനിക്കാരുടെയും ജോലിയും കാശും ഒന്നും വേണ്ട. വേണ്ടേ? അങ്ങനെ വേണ്ടാന്ന് ഉടക്കാൻ തന്നെ വന്നേക്കണത്. ഈ നാട്ടിലെ കുട്ടി റൗഡികൾക്ക് പണം കൊടുത്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ ഭരതമ്മേനോട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കണം അവനോട്. ഞാൻ തന്നെ പറയണു, അവനൊരു അണലി മൂർഖനാ. പറയാം. നിങ്ങളുടെ ഇളയ മോന് ഞാനും മാർക്കറ്റിൽ വെച്ചൊന്ന് കോർത്തു. കത്തിക്ക് കുത്തിയതാ. 7 സ്റ്റിച്ചിട്ടു. ഒരു പേനാക്കത്തിയുടെ ബലത്തിലാ പാലാക്കാരനായ ഞാൻ മൈസൂരാനായത്. മാർക്കറ്റിലിട്ടിട്ട് എന്നെ തല്ലരുതെന്ന് മുതലാളി എന്നെ പ്രിൻസിനോട് പറയണം. എന്റെ വില കളയരുത് മുതലാളി. ഇത് ഇവിടുത്തെ പ്രിൻസിന്റെ തന്നെ സൈക്കിൾ ചെയിനാ. എടോ, എന്റെ എല്ലാ മക്കളും ചന്തയിൽ വന്ന് തല്ലുണ്ടാക്കുന്നവരല്ല. ഇതേ ഡോക്ടറും കലക്ടറും. ഇത് അവന്റെ ചേട്ടന്മാരാ. താൻ പോയിക്കോ, അവനിനി ചന്തയിൽ വരില്ല. അവന്റെ അച്ഛൻ ഭരതമ്മേനോന്റെ വാക്കാണിത്. പ്രിൻസ് പിന്നെയും വല്ല വഴക്കുണ്ടാക്കിയോ? അയാൾ ആരാണ് അച്ഛാ? മൈസൂരാൻ, ചന്തയിലെ റൗഡിയാ. നിങ്ങളുടെ അനിയൻ അവനെ കുത്തി മലത്തി. തല്ലും കുത്തുണ്ടാക്കിയത് അവന് വേണ്ടിയിട്ടായിരിക്കില്ല, വേറെ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും. അതാണല്ലോ അവന്റെ ശീലം. നല്ല ദിവസം നോക്കി നിങ്ങളുടെ പൊന്നനിയന് പെണ്ണ് കാണാൻ ഇറങ്ങിയതാ. യോഗ്യത ചോദിക്കുമ്പോ പെണ്ണ് വീട്ടുകാരോട് പറയാമല്ലോ, റൗഡി. പ്രിൻസിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാ അച്ഛന്റെ തീരുമാനം. ഈ തോട്ടത്തിൽ അവന്റെ ഒറ്റയ്ക്കുള്ള താമസം അത്ര ശരിയാവില്ല മോളെ. പെൺകുട്ടിയെ കണ്ടിട്ട് അച്ഛനും അമ്മയും എന്നാ തിരിച്ചു വരിക? 2-3 ആഴ്ചയെങ്കിലും പിടിക്കില്ലേ? നാട്ടിലെല്ലാരും ഒന്ന് കാണണം, ഗുരുവായൂരൊന്ന് കുടിച്ചു തൊഴണം, പിന്നെ എല്ലായിടത്തും ഒന്ന് കേറി മോൻ കാണിക്കണ്ടേ? അച്ഛന്റെയും അമ്മയുടെയും ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആണെന്ന് ജയേട്ടൻ പറഞ്ഞു. അവന്റെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കൂടെ വരാൻ സമയം കാണൂലല്ലോ, അല്ലേ? ബാലന്റെയും ജയന്റെയും തിരക്ക് അമ്മയ്ക്കറിയാട്ടോ. എന്നാലും ഏട്ടന്മാർക്കും ചില ഉത്തരവാദിത്തം കൊണ്ടെന്ന് പറഞ്ഞാ മതി. ഈ ആഴ്ച 4 ബൈപ്പാസ് സർജറി നടത്താനുണ്ട് ബാലേട്ടന്. പ്രിൻസിന്റെ പെൺകുട്ടിയെ അച്ഛനും അമ്മയും ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാ മതി. ഞങ്ങളെ ആദ്യം കാണാൻ വന്നത് അച്ഛനും അമ്മയും തന്നെയല്ലേ? കുട്ടികളൊക്കെ എവിടെയമ്മേ? കണ്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് അവരെ കൊണ്ടുപോകാൻ വരുന്ന് അവർക്കറിയാം. അതുകൊണ്ടാവും രാവിലെ തന്നെ മുത്തച്ഛൻ മൂലം അറിയാതെ മുങ്ങിയത്. തോട്ടത്തിൽ കാണും. ഈ വെക്കേഷൻ മുഴുവനും അവരിവിടെ നിന്നോട്ടെ. അല്ലമ്മേ, ഇവിടെ ആരുമില്ലാതെ കുട്ടികൾ ഒറ്റയ്ക്ക്. പ്രിൻസ് ഇല്ലേ, പിന്നെ അവന് കൂട്ടിന് കുട്ടിയോളും. ആ പാറുട്ടി, ഇവളിതെവിടെ പോയി കിടക്കുന്നോ ആവോ? പെട്ടിയും സാധനമൊക്കെ കാറിൽ എടുത്തു വെച്ചോ ആവോ? തോട്ടങ്ങളുടെ കണക്കൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. സീസൺ വരാൻ പോവാ. ലോറികളൊക്കെ എപ്പോഴേ ബുക്ക് ചെയ്തോളൂ. ആ പെൺകുട്ടിയെയും അവളുടെ തറവാടും ഇഷ്ടപ്പെട്ട ഞാൻ നിങ്ങളെ വിളിക്കും. പ്രിൻസിനെയും കൂട്ടി വന്നോളൂ. ശരി, കേട്ടല്ലോ? അച്ഛാ, ഇപ്പൊ ഇറങ്ങിയാലേ എയർപോർട്ടിൽ സമയത്തിന് എത്താൻ പറ്റൂ. ശ്രീദേവി അമ്മേ, പ്രിൻസ് അവിടെ അവന്റെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോ അവനിവിടെ ഇല്ല. കണ്ടോ? അവൻ എവിടെയും പോയിട്ടില്ല, തോട്ടത്തിലുണ്ടാവും. ഉണ്ടായ നല്ലത്. കേട്ടോ റെഡി? ആ നശിച്ച കാറും കിട്ടി വലിച്ച് അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ താൻ നോയിക്കോണം.
അങ്ങനെ വല്ലതും ഉണ്ടായെന്ന് അറിഞ്ഞാൽ ഏയ് കാർ റേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിന് പ്രാന്താ. അല്ല വെറുപ്പാ വെറുപ്പാ. അവൻ എങ്ങോട്ടും പോവില്ല. മേലാൽ കാർ റേസിന് പോവില്ലെന്ന് എന്റെ തലയിൽ തൊട്ടാ സത്യം ചെയ്തത്. നേരും നെറിയുള്ളവനാ എന്റെ കുട്ടി. ആ ഇനി വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. 2 ദിവസം ശരിക്കും സൂചിച്ചില്ലേ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തന്നു. എന്താണെന്നറിയോ, കൊച്ചച്ഛന് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാ. ഞങ്ങൾക്ക് കൊച്ചച്ഛനെ ഇഷ്ടാ. അപ്പോ നമ്മളിപ്പോ വീട്ടിൽ ചെന്നാ എവിടെ പോയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മള് കാർ റേസിലാ പോയതെന്ന് പറയും. ആ നല്ല പാർട്ടിയാ ഞാൻ കൊണ്ടുപോയത്. ഇവിടെ മനസ്സിലായി. വീട്ടിൽ ചെന്നോണ്ട് അപ്പൂപ്പനോട് നമ്മൾ കാർ റേസിനല്ല പോയതെന്ന് പറയണം അല്ലേ? ഇടുക്കി നല്ല ഭാവിയുണ്ട്. എടാ നമ്മൾ ഒരിടത്തും പോയില്ല, നമ്മൾ ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എന്താണോ? എല്ലാം പോയി. എന്റെ വണ്ടികളൊക്കെ അടിച്ചു പൊളിച്ചു. ആരെ? എന്റെ കുതിരകളൊക്കെ അവർ കൊണ്ടുപോയി. ആരെ? ആ കൗണ്ടർ. അയാളോട് എതിരായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ദേഷ്യം മുഴുവൻ പ്രിൻസിനോടാ. അയാളും ആളുകൾ ഇപ്പൊ ഇവിടെ എത്തും. നാളെ എനിക്ക് ഇത്രയും നാൾ മൈസൂരിനാണെന്ന് പറഞ്ഞ് കത്തി വെച്ചിറക്കാൻ വണ്ടി കയറി. വേണ്ട പ്രിൻസേ, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത. ഞാനും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അവൻ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. വാ. ಎಲ್ಲೋ ನಿನ್ನ ಗೌಡ. ಗೌಡ ಅಲ್ಲ, ಗೌಡರು. ಏಯ್, ಇವನ ಕೈಲಿ ಇಲ್ಲಿ ಕಲ್ಸ. ಯಾಕೋ ಇವ್ರ ಕುದುರೆ ಗಾಡಿಗೆ ಬೆಂಕಿಟ್ಟೆ? നിനക്കിഷ്ടമുള്ള കുതിരയും വണ്ടിയും പോയി എടുത്തോടോ. പോയി എടുക്കടോ.
ಆಟ ಆಡ್ತೀಯಾ ಗೌಡ?